ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാഹ് ഇവിടെയും സുഖമാണ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് മക്കൾക്ക് സ്കൂളിലെ ദിവസം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് കുറച്ച് കാൽ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ പാലൊഴിച്ച് ചായ ഉണ്ടാക്കി ആർക്കും രാവിലെ തന്നെ പറ്റൂല കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ടൻ ചായ ഇട്ട് ഞങ്ങളത് കുടിക്കുക. അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ്. പിന്നെ ഈ ചായ കുടിക്കുന്നതിന് മുന്നേ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കും കേട്ടോ ഞാൻ. അങ്ങനെ പച്ചവെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഉന്മേഷം കിട്ടാനും ഒരു പോസിറ്റീവ് എനർജി കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എണീറ്റ ഉടനെ തന്നെ ആദ്യം ഒരു ഗ്ലാസ് പച്ചവെള്ളം, ഒന്നോ രണ്ടോ നമുക്ക് കഴിയുന്നത്ര കുടിക്കുക, ഒന്നോ രണ്ടോ ഗ്ലാസ് കൊടുക്കുക. ഞാൻ ഒരു ഗ്ലാസ് കേട്ടോ കുടിക്കൽ. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചതിന് ശേഷമാണ് പിന്നെ ചായ കുടിക്കുക കേട്ടോ. ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ എണീറ്റോട്ടന്നെ പച്ചവെള്ളം കുടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കുടിച്ച് നോക്കണ്ട കേട്ടോ. നമ്മുടെ ശരീരത്തിന് നല്ലൊരു എനർജിയും ഒരു പോസിറ്റിവിറ്റിയൊക്കെ കിട്ടും. കാൽ ചായ കുടിച്ചതിന് ശേഷം പിന്നെ മിലൂസിന് സ്കൂളിൽ കൊണ്ടുപോകണ ചോറ് ഉണ്ടാക്കുകയാണ്. ചോറ് കുക്കറിലാണ് ഇന്ന് വെക്കണത്. അങ്ങനെ കുക്കറിൽ അരിയൊക്കെ ഇട്ടുകാണ്ട് പിന്നെ അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്ക് കടി നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നൂൽപുട്ട് ആകുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കാണെങ്കിലും ഇക്കാക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു കുറച്ച് പൊടിയൊക്കെ എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിവിടെ പൊടിപ്പിച്ച പൊടി തന്നെയാണ് കേട്ടോ. പച്ചരി നന്നായി കഴുകിക്കാണ്ട് വെയിലത്തിട്ട് കാണ്ട് ഉണക്കിയ മില്ല് കൊണ്ടുപോയി പൊടിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കുന്നത് മത്തനാണ് കേട്ടെന്ന്. അങ്ങനെ മത്തനൊക്കെ ഇന്നലെ രാത്രി തന്നെ മുറിച്ച് കാണ്ടൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പച്ചക്കറികളൊക്കെ കൊടുന്ന് അങ്ങനെ ചെയ്യാം കേട്ടോ. തലേന്ന് രാത്രി തന്നെയൊക്കെ മുറിച്ച് കാണ്ട് ഫ്രിഡ്ജിലവിടെ വെക്കും. എന്നാൽ പിന്നെ പിറ്റേന്ന് എടുത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ വിചാരിച്ച് കാണ്ട്. മറ്റേത് മുറുക്കാനൊക്കെ നിൽക്കുമ്പോഴത്തേന് ഇനി കുറേ സമയം ഇങ്ങനെ വെറുതെ പോവല്ലേ. മിലൂസിനാണെങ്കിൽ 7 മണിയാകുമ്പോഴത്തേന് പോകും വേണം. അങ്ങനെ മത്തനക്ക് 2 പച്ചമുളക്, ഒരു തക്കാളിയും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, പാകത്തിന് ഉപ്പും, പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കണ്ട് അവിടെ അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ നൂൽപുട്ടുക്കുള്ള പൊടിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു. ഞങ്ങൾ പിന്നെ ഉപ്പേരി ഉണ്ടാക്കണത് ക്യാബേജാണ് കേട്ടെന്ന്. ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടെടുത്ത് പിന്നെ ക്യാബേജ് ഒക്കെ ഇട്ടുകാണ്ട് 2 പച്ചമുളകും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, കുറച്ച് ഉപ്പും കൂടി ഇട്ടുകാണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതവിടെ അടച്ചു വെക്കും. കടന്നു വേകട്ടെ. അപ്പോൾ തന്നെ നമ്മളെ ചോറൊക്കെ ഇവിടെ വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ് നന്നായിട്ട് വെന്തിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യുക. കുക്കറിൽ ചോറ് വെക്കുമ്പം 2 വിസിലടിച്ചതിന് ശേഷം പിന്നെ ഓഫാക്കും. കേട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം പിന്നെ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി വിസിലടുപ്പിക്കും കേട്ടോ. ഇനി 2 വിസിലും കൂടി ഒന്നും കൂടി ചെയ്യണമെങ്കിൽ നമ്മൾ കുക്കറിൽ ചോറ് വെക്കുമ്പോൾ ചോറ് കൊഴുപ്പായി ഇങ്ങനെ നിൽക്കൂലേ, അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുക. എന്നിട്ട് പിന്നെ അതാണ് അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട്. അപ്പോൾ ഇനി അതാകുമ്പോഴത്തേന് ആ പാത്രങ്ങളൊന്ന് കഴുകിയൊക്കെ വിചാരിച്ചാൽ അങ്ങനെ അത് കഴുകിയൊക്കെയാണ് കേട്ടോ. എന്നാൽ പിന്നെ അതവിടെ പരന്നെടുക്കില്ല വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് ചെയ്യുക. ആകണ പാത്രങ്ങൾ ഇങ്ങനെ വേഗം വേഗം കഴുകി വെക്കുന്ന പിന്നെ പരന്ന് കിടക്കില്ല വിചാരിച്ചുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് നൂൽപുട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് കിഴങ്ങ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങ് അവിടെ മുറിച്ച് മസാല ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിക്ക് ഞാൻ ഉപ്പും മസാലയൊക്കെ ഒന്നാണ് പിടിക്കട്ടെ വിചാരിച്ചിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നൂൽപുട്ട് ഞാൻ ഇങ്ങനെ ഇഡലി ചെമ്പിലാട്ടെ നൂൽപുട്ട് ഉണ്ടാക്കുക. ഈ നൂൽപുട്ടിൻ്റെ അച്ച് ഇങ്ങനെ ഇഡലി ചെമ്പൊക്കെ ഇറക്കി വെക്കട്ടെ ചെയ്യുക. നൂൽപുട്ട് ഇഡലി ചെമ്പൊക്കെ ഇറക്കി വെച്ചു. അപ്പോൾ അതിന് നമ്മളെ മത്തനൊക്കെ അവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മത്തനക്കുള്ള അരപ്പ് റെഡിയാക്കണം. അപ്പോൾ മത്തനക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെറിയതൊരു മിക്സീൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കണ്ടേ. ഇനി അതിലേക്ക് 2 ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് നല്ല ജീരകം പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കട്ടത്. തേങ്ങ ഒക്കെ ഇന്നലെ ഞാൻ ചിരവി വെച്ചതാട്ടോ. ഞാൻ അങ്ങനെയായിട്ട് ചെയ്യൽ. ഒക്കെ തലേന്ന് രാത്രി തന്നെ ഒക്കെ റെഡിയാക്കി വെക്കും. തേങ്ങ ഒക്കെ ചിരവി എല്ലാം പച്ചക്കറികളൊക്കെ മുറിച്ചൊക്കെ റെഡിയാക്കി വെക്കുക. മിക്സിയിൽ അരക്കുമ്പോൾ അങ്ങനെ തെറിക്കുമല്ലോ. അങ്ങനെ തെറിച്ചതൊക്കെ അപ്പം തന്നെ തുടക്കൂട്ടെ ഞാൻ. അങ്ങനെ തുടച്ചാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. മറ്റേത് അതവിടെ ഇങ്ങനെ തുടക്കാൻ നിൽക്കുമ്പോൾ ഒരു വൃത്തിയുടെ ഞാൻ നിൽക്കില്ല. പിന്നെ അതവിടെ ഒട്ടി പിടിക്കുകയും ചെയ്യും. പിന്നെ തുടക്കുമ്പോൾ ബുദ്ധിമുട്ടാവും ചെയ്യും. അപ്പോൾ അത് അപ്പം തന്നെ തുടച്ചവിടെ വൃത്തിയായി കിടക്കുമല്ലോ അരച്ചിട്ട്. അങ്ങനെ നമ്മളെ മത്തൻ കറിയൊക്കെ അരപ്പൊക്കെ ഒഴിച്ചിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടുകാണ്ട് കറിയും താളിച്ചെടുക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ നൂൽപുട്ടൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അടുത്തത് അതേപോലെ ഉണ്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇതേപോലെ തന്നെ ഇഡലി ചെമ്പൊക്കെ ഇറക്കി വെക്കട്ടെ ചെയ്യുക.
അങ്ങനെ പിന്നെ കിഴങ്ങ് ഫ്രൈ ആക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ ചോറൊക്കെ അവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചോറൊക്കെ ഊറ്റിയെടുത്ത് കഴിഞ്ഞ് നമുക്ക് നൂൽപുട്ടുക്കുള്ള കറി ഉണ്ടാക്കണം. നൂൽപുട്ടുക്ക് കറിയിലിട്ടുണ്ടാക്കണം തേങ്ങാപ്പാൽ ഉണ്ടാക്കണം കേട്ടോ. തേങ്ങാപ്പാൽ നമ്മളെ മക്കൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം 2 ഏലക്കും കുറച്ച് പാകത്തിന് പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അതിന് അരിച്ചുകാണ്ട് അങ്ങനെ തേങ്ങാപ്പാലാക്കിയിരിക്കും. മിലൂസിന് ചായ കൊടുത്ത് അങ്ങനെ മിലൂസിന് ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ്. അങ്ങനെ ഓൾക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കി കൊടുത്ത് അങ്ങനെ മിലൂസ് പോയിട്ടോ. ഇനി അടുത്തത് നീതുവിന് ചായ കൊടുക്കണം. എനിക്ക് 7:30 മദ്രസക്ക് പോകണം. 7:30 7:15 പോകണം ഇവിടുന്ന്. 7:00 നൂൽപുട്ടും കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അവർക്ക് ചായ കൊടുക്കുകയാണ്. അങ്ങനെ ചായ കുടിച്ച് നീതൂസ് പോയി. പിന്നെ നീതൂസിനും മോനൂസിനും ഉള്ള ലഞ്ച് റെഡിയാക്കുകയാണ് കേട്ടോ. ഒരു ചോറ് സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പം കറി മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പം അങ്ങനെ എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൽ ചമ്മന്തിയോ അച്ചാറോ അങ്ങനെയൊക്കെ കൊണ്ടുപോകും കേട്ടോ. അല്ലാതെ കറിയായിട്ട് കൊണ്ടുപോകില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നീതൂസിനും മോനൂസിനും ഉള്ള ലഞ്ച് ബോക്സൊക്കെ റെഡിയായി. കിച്ചണത്തെ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചായ കുടിച്ചതിന് ശേഷം കുറച്ച് സമയം എഡിറ്റിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇരിക്കുന്നുണ്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലും നല്ല വെറൈറ്റി വീഡിയോസുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.